ഡൊമിനിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒത്തിരി ക്രൈം ത്രില്ലറൊക്കെ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതിനെ അപേക്ഷിച്ച് എന്താ പറയുക, ഒരു വ്യത്യസ്തമായ ഒരു മലയാള ഒരു സിനിമ. എനിക്ക് തോന്നുന്നു അഞ്ചാം പാതിരക്കാട്ടും കൂടുതൽ ഒരു ക്രൈം നടക്കുന്നത് മുകളിലാണ്. അതായത് നമുക്ക് ആ ഒരു ക്രൈം അന്വേഷിച്ച് പിടിക്കുന്നത്. പക്ഷെ ക്ലൈമാക്സ് ആണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. പിന്നെ ക്ലൈമാക്സ് അടുത്ത് നമുക്കവിടെ ഒരു സീനുണ്ട്, വന്ന ആ ലുക്ക് എനിക്കൊന്ന് ഗൂഗിൾ സുരേഷ് പോലെ ആ ഒരു ഇത്ര ലുക്കിൽ വന്നിട്ടില്ല. നമ്മൾ ഈ മമ്മൂക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ 73 വയസ്സുണ്ട്. ഈ ലോക സിനിമയെ തന്നെ മാറ്റിമറിച്ച ഒരു മലയാളം നടന്ന മമ്മൂക്ക. ആ 73 വയസ്സിൽ മമ്മൂക്കയുടെ പെർഫോമൻസ്, ഓടിയാണെന്നുള്ള ആ ഒരു ചാട്ടവും കാര്യങ്ങളൊക്കെ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏത് നടൻ പറ്റും അങ്ങനെ 73 വയസ്സിൽ ഇങ്ങനെ ലോക സിനിമയെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്നത്? അത് മമ്മൂക്കയെ കൊണ്ട് അത് സാധിച്ച്. ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഞാൻ ഒരു വെയിറ്റിംഗ് ആണ്. പക്കാ ത്രില്ലർ മൂവി. അതായത് അതിനകത്ത് കോമഡികളൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു എന്താ പറയുക, അതിലേക്ക് നമ്മൾ കണ്ടുമടുത്ത സ്ഥിരം കോമഡികളല്ല. നമ്മുടെ ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് വേറൊരു സിനിമയുടെ കോപ്പി ആയിരിക്കുമല്ലോ കോമഡിയൊക്കെ. പക്ഷെ ഇത് കണ്ടുമടക്കാത്ത വെറൈറ്റി പരമായ ഒരു കോമഡി, നല്ലൊരു സീൻ, ആരും പറയാത്ത ഒരു മലയാള കഥ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു സിനിമ വെറൈറ്റി ആക്കുന്നത്. പോരാതെ മമ്മൂട്ടി കമ്പനി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പറയുക, ജനം ഇടിച്ചെറിച്ച് കയറി, യാതൊരു മാറ്റവും ഇല്ല. മമ്മൂട്ടി കമ്പനിയുടെ ഇതുവരെയുള്ള എല്ലാ സിനിമകളും ഹിറ്റാണ്. അതേപോലെ തന്നെ ഹിറ്റാണ്. 2021 തൊട്ട് മമ്മൂക്ക ചെയ്യുന്ന കഥാപാത്രങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാരെ പോലെയല്ല, അതുകൊണ്ട് തന്നെ മമ്മൂക്ക ഈ ഒരു സിനിമ വിജയിക്കും, ഉറപ്പാണ്. കണ്ട ശേഷം നമുക്ക് പടത്തിന് ഏത് ജനറായി പെടുത്താൻ പറ്റും? കോമഡി ത്രില്ലറാണോ അതോ അതായത് കോമഡി ക്രൈം ത്രില്ലറായിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. കോമഡി ക്രൈം ത്രില്ലറാണ്. സസ്പെൻസ് എല്ലാം ഉണ്ട്. സസ്പെൻസ് നമുക്ക് ക്ലൈമാക്സ് എടുക്കുമ്പോഴാണ് ശരിക്കും ഞാൻ നിട്ടി. ഇപ്പൊ നമ്മളൊരു സിനിമ കാണുമ്പോഴത്തേക്ക് കൊലയാളി ഇന്നയാണൊക്കെ നമുക്ക് ഒരു ഭാവിയിൽ ഒരു നമ്മൾ വെക്കൂലോ. പക്ഷെ ആ കില്ലർ ആരെന്ന് പക്ഷെ ഞാൻ നെട്ടിപ്പോയി. അത് കഴിഞ്ഞ് കില്ലറെ കണ്ടുപിടിച്ചിട്ട് മമ്മൂക്കയുടെ ഒരു വരവുണ്ട്. അതിന്റെ അമ്മ അത് 1.5 ലുക്കായി പോയത്. എന്തായാലും ഇത് പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ കാണും. പ്രേക്ഷകനെ ഗംഭീരമായിട്ട് ഇരുത്തുന്ന ഒരു സിനിമയുണ്ട്. നമ്മൾ സാധാരണ സിനിമകളൊക്കെ ചിലവർ ലാഗൊക്കെ ഫ്രീ ചെയ്യും. പക്ഷെ ഇത് അങ്ങനെ ഒരു ലാഗിലോട്ട് പോകുന്നില്ല. അതൊരു ഓരോ പ്രേക്ഷകരും ആ ഒരു ശ്രദ്ധയോട് തന്നെയാണ് ഇരിക്കുന്നത്. ഗംഭീരമാണ്. എന്നാലും അതിന്റെ ഡയറക്ടർ കൊള്ളാം. മലയാളത്തിലേക്ക് വന്നുകൊണ്ട് മുൻകാല ചിത്രങ്ങൾ വേട്ടയാട്, വിളയാട്, കാക്ക, ആ ഒരു എല്ലാ രീതിയിലുള്ള ഒരു ലവ് സ്റ്റോറി എടുത്തിട്ടുണ്ട്. ക്രൈം ത്രില്ലറും പോലീസ് സ്റ്റോറി എല്ലാം എടുത്തിട്ടുള്ള ഒരാളാണ്. അത് വെച്ച് നോക്കുമ്പോൾ അത് വെച്ചൊരു മലയാളത്തിലേക്ക് വന്നപ്പോൾ ഒരു വെറൈറ്റി കൊണ്ടുവന്നത്. അതായത് മലയാളത്തിലെ ഡയറക്ടർമാർ കൊണ്ടുവരാത്ത ഒരു വെറൈറ്റി സംഭവം പുള്ളിക്കാരൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മലയാളികൾ തീർച്ചയായിട്ടും സ്വീകരിക്കും. കഴിഞ്ഞു പോയ മമ്മൂക്ക ചിത്രങ്ങളൊക്കെ ഒത്തിരി ഉദാഹരണങ്ങളാണ്. ടെർബോ, അതുപോലെ തന്നെ രേഖ ചിത്രം എന്ന മമ്മൂട്ടിയുടെ ആ ഒരു പേരുള്ളതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാർ ആ സിനിമയ്ക്ക് കയറുന്നത്. പിന്നെ ആസിഫിന്റെ നിറച്ച പ്രകടനം. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു സിനിമ മലയാള സിനിമ തന്നെ ഏറ്റെടുത്തു? പറഞ്ഞിരിക്കുന്നതിന് 10 സിനിമ മമ്മൂക്കനെ വെച്ച് എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സിനിമയുടെ ഇത് കഴിഞ്ഞിട്ട് എന്താണ് തോന്നുന്നത്? ഇനി 10 സിനിമ ചെയ്യുന്നത്? എനിക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഒന്ന് കണ്ടാക്കോളാം. ആ ഒരു ലുക്ക് കണ്ടപ്പോഴത്തേക്ക് സെക്കൻഡ് പാർട്ടിന് വേണ്ടിയാണോ ക്ലൈമാക്സ്? അങ്ങനെ ആയിരിക്കണം. ആ ഒരു ലുക്ക് ഒരു രക്ഷയില്ല. ബാക്കി പ്രേക്ഷകർ തിയേറ്ററിൽ നിന്ന് തന്നെ അഭിപ്രായം പറയട്ടെ. ഓക്കെ. സ്ക്രിപ്റ്റ് ഒക്കെ എനിക്ക് നല്ല ഇതായിട്ടൊന്നുമില്ല. ഒന്നും ലാഗ് അടിക്കുന്നില്ല. ലാഗ് ഇല്ലാത്ത മുന്നോട്ട് പോകാൻ മേക്കിംഗ് ആണ്. ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടും. അതിലെ ഫസ്റ്റ് ഹാഫിലോട്ട് പറയുന്നത് കുറച്ച് കോമഡി കൂടുതലാണ്. കോമഡിയൊക്കെ വർക്കാണ്. എനിക്കൊന്ന് ഗൂഗിൾ സുരേഷും മമ്മൂക്കയും കൂടെ ഇതിന് മുമ്പത്തെ സിനിമ മാസ്റ്റർ പീസ് ആണ്. അപ്പൊ അതിനുശേഷം അവർ തന്നെ അങ്ങനെ സിനിമയിലേക്ക് അടുപ്പിച്ചുള്ള റോള് വന്നിട്ടില്ല. അതിന് ശേഷം ഇന്റർവെൽ വരെ നല്ലൊരു കോമഡിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ രണ്ടും നല്ല രസമുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ഇതാണ്. അതിനുശേഷം പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് പടം ഒന്നും കൂടെ സീരിയസിലേക്ക് കൊണ്ടുപോയി, ഒന്നുകൂടെ ക്രൈം കൂടി ക്രൈമിലേക്ക് അന്വേഷണത്തിന്റെ ഒരു ഇതെത്തുമ്പോഴത്തെ ക്ലൈമാക്സിലാണ് ഒരു ഇത്. മമ്മൂക്കയുടെ ഒരു ഡയലോഗും ആ ഒരു നടപ്പും ഒക്കെ ഒരു രക്ഷയില്ല. പിന്നെ അതിനകത്ത് മമ്മൂക്ക 1-2 ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്, നല്ല അടിപൊളിയാണ്. 2 പാട്ടുണ്ട്. അതിനകത്ത് മമ്മൂക്ക ചെറിയ സ്റ്റെപ്പ് ഒക്കെ വെച്ച് ആരാധകരെ ഒന്നും കൂടെ ആവശ്യത്തിലാക്കി വരുന്നുണ്ട്. ആ ഒരു സോങ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ അതിനകത്ത് ഒരു പാർട്ടിയിലൊക്കെ മമ്മൂക്ക ചെറുതായിട്ട് പാടി വരുന്നുണ്ട്. അതൊക്കെ ഇഷ്ടപ്പെട്ട്. ഇന്റർവെൽ പഞ്ച് കൊള്ളാം, കുഴപ്പമില്ല. പക്ഷെ ചെറിയൊരു ഇതെന്ന് പറയുന്നത് പേര് പെട്ടെന്ന് നമ്മള് ഫോണും വെച്ചോണ്ട് കുറെ നേരം ഇരിക്കേണ്ടതെന്ന് അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടാണ്. സസ്പെൻസ് ആയിട്ട് അതും കൂടെ ഒന്ന് മാറ്റി പരിഗണിച്ചാൽ കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫിന് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ശരി.